ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രാഖീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ലഞ്ച് ബോക്സ് റെസിപ്പി പരിചയപ്പെടാം, നവരത്ന പുലാവ്. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ബസുമതി അരി നന്നായിട്ട് കഴുകി ആവശ്യത്തിന് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ഇട്ട് വേവിച്ച് ഊറ്റി വെച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് പൊട്ടറ്റോ ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തത്, ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തത്, ഒരു 5-6 ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസും എടുത്തിട്ടുണ്ട്. കുറച്ച് കോളിഫ്ലവർ ഫ്ലോററ്റ്സ് ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ സവോള ഇതുപോലെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് കാഷ്യൂനട്ട് ബദാമും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കിസ്മിസ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പനീർ പീസസും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഈ വെജിറ്റബിൾസ് ഒന്ന് വഴറ്റിയെടുക്കണം. ഞാനിവിടെ ആ സവോളയും പനീറും ഒക്കെ ഫ്രൈ ചെയ്ത ആ ഓയിൽ തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടും നെയ്യിൽ ഇതങ്ങ് വഴറ്റിയെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടും സൺഫ്ലവർ ഓയിലിൽ വഴറ്റിയെടുക്കാം. പക്ഷെ ഞാനിവിടെ കുറച്ച് സൺഫ്ലവർ ഓയിൽ കുറച്ച് നെയ്യ് എന്ന രീതിയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കാം. ഇനി തീ മീഡിയം ഫ്ലെയിമിലിട്ട് പാത്രം അടച്ചു വെച്ച് നമുക്കിതങ്ങ് കുക്ക് ചെയ്തെടുക്കാം. വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കാൻ മറക്കരുത്. പാത്രം ഒന്ന് തുറന്നു നോക്കാം. വെജിറ്റബിൾസ് ഒക്കെ അത്യാവശ്യം കുക്കായിട്ടുണ്ട്. ഇത് മതിയാകും. ഇതിനി നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. വെജിറ്റബിൾസ് ഒക്കെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ ഇനി അതേ പാത്രം തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിൽ നമ്മൾ വെജിറ്റബിൾസ് വഴറ്റിയ കുറച്ച് നെയ്യ് ബാലൻസ് ഉണ്ട്. നിങ്ങൾക്ക് നെയ്യ് ബാലൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നെയ്യോ ഓയിലോ എന്താണെന്ന് വെച്ചാൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി അതിലേക്ക് നമുക്ക് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 ഏലയ്ക്ക, 3 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു തക്കോലം, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം എന്നിവയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വഴനയില ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഹോൾ സ്പൈസസ് ഒക്കെ റൈസ് വേവിക്കുന്ന സമയത്ത് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. വഴറ്റി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ പീസസ് ഇട്ട് കൊടുക്കാം. ബാക്കി പനീർ പീസ് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവോള, കാഷ്യൂനട്ട്, ബദാം, അതുപോലെ തന്നെ കുറച്ച് കിസ്മിസ്, ബാക്കി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ടൊക്കെ യൂസ് ചെയ്യാം. എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നിങ്ങൾക്ക് സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം ഇട്ട് കൊടുത്താൽ മതിയാകും. ഇനി നമുക്ക് ഒരു 2-3 ടീസ്പൂൺ സാഫ്രോൺ മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. അതായത് കുറച്ച് കുങ്കുമപ്പൂവ് കുറച്ച് പാലിൽ മിക്സ് ചെയ്തിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം ഈ റൈസും വെജിറ്റബിൾസും ഒക്കെ ഇട്ട് കൊടുത്താൽ മതിയാകും. ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു പുലാവാണ്. ലഞ്ച് ബോക്സ് റെസിപ്പിയും കൂടിയാണ്. എല്ലാവരും ഈ പുലാവ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ റൈസൊക്കെ തലേന്ന് തന്നെ നമുക്ക് കുക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ രാവിലെ ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കേണ്ട സമയം മാത്രമേ നമുക്ക് പോവുകയുള്ളൂ. വെജിറ്റബിൾസ് വഴറ്റുന്ന അതേ സമയം തന്നെ അടുത്ത സ്റ്റൗവിൽ നമുക്ക് പനീറും അതുപോലെ തന്നെ ഈ സവോളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഏറ്റവും ചെറിയ തീയിലിട്ട് നമുക്ക് ഈ പാത്രം അങ്ങ് അടച്ചു വെക്കാം. പാത്രം അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള നവരത്ന പുലാവ് ഇതാ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു റെസിപ്പി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.